കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്. നമ്മൾ ലോങ് ടേം ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്കുകളെ കുറിച്ചാണ് പറയുന്നത്. ലോങ് ടേം അഗ്രികൾച്ചർ ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്കുകളെ കുറിച്ചാണ് പറയുന്നത്. ആദ്യം നമ്മൾ പ്രൈമറി അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ കുറിച്ച് പറഞ്ഞു. ദെൻ നെക്സ്റ്റ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് പോലെ തന്നെ കേരള സ്റ്റേറ്റ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഉണ്ട് കോപ്പറേറ്റീവ് രംഗത്ത്. അവയുടെ പ്രവർത്തനങ്ങൾ എന്താണെന്നും അവ എങ്ങനെ പ്രവർത്തിക്കുന്നതെന്നൊക്കെ. ഇത് അപെക്സ് ഫെഡറേഷനാണ്. ഇത് അപെക്സ് ഫെഡറേഷൻ. ഇറ്റ് ഈസ് എൻ അപെക്സ് ഫെഡറേഷൻ ഓഫ് പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഇൻ ദി സ്റ്റേറ്റ്. നമ്മുടെ സംസ്ഥാനത്തുള്ള ഒരു അപെക്സ് ഫെഡറേഷനാണ് എന്ത് കോപ്പറേറ്റീവ്. അപ്പോൾ അപെക്സ് ഫെഡറേഷൻ ആയിക്കൊണ്ട് ഇറ്റ് ഈസ് ദി അപെക്സ് ഫെഡറേഷൻ ഓഫ് പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് ഇൻ ദി സ്റ്റേറ്റ്. കേരളത്തിലെ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് രംഗത്തുള്ള അപെക്സ് ബാങ്ക് ആയിട്ടാണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് അറിയപ്പെടുന്നത്. പക്ഷേ ഇത് തുടക്കം നടന്നത് 1956 ഇത് രജിസ്റ്റർ ചെയ്തതും ഫംഗ്ഷൻ ആരംഭിച്ചതൊക്കെ 1956 ആരംഭിക്കുമ്പോൾ അത് കേരള കോപ്പറേറ്റീവ് സെൻട്രൽ ലാൻഡ് മോർഗേജ് ബാങ്ക് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഈ ലാൻഡ് മോർഗേജ് ബാങ്കിനെ ടേക്ക് ഓവർ ചെയ്യുകയാണ് ചെയ്തത് ട്രാവൻകൂർ ക്രെഡിറ്റ് ബാങ്ക് എന്ന് പറഞ്ഞിട്ട് 1938 ആരംഭിച്ച ട്രാവൻകൂർ ക്രെഡിറ്റ് ബാങ്ക് ആ ലാൻഡ് മോർഗേജ് ബാങ്കിൻ്റെ അസറ്റും ലയബിലിറ്റിയും സ്റ്റാഫിനൊക്കെ ഈ ലാൻഡ് മോർഗേജ് ബാങ്കിൻ്റെ ഇതാക്കി മാറ്റുകയാണ് ചെയ്തത്. ലാൻഡ് മോർഗേജ് ബാങ്കിൻ്റെ ട്രാവൻകൂർ ക്രെഡിറ്റ് ബാങ്ക് ഏറ്റെടുക്കുകയും എന്നിട്ട് ഈ ട്രാവൻകൂർ ക്രെഡിറ്റ് ബാങ്കിൻ്റെതാക്കി മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ ട്രാവൻകൂർ ക്രെഡിറ്റ് ബാങ്ക് എന്നുള്ള രീതി കേരളമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് അറിയപ്പെട്ടത് ട്രാവൻകൂർ ക്രെഡിറ്റ് ബാങ്ക് എന്നുള്ള രീതിയിലാണ് ഈ അപെക്സ് ബാങ്ക് അറിയപ്പെടുന്നത്. 1956 അങ്ങനെയാണ് അത് രൂപം കൊള്ളുന്നത്. ദെൻ 1960 കേരളത്തിൽ എന്ത് ചെയ്തു? അതിൻ്റെ സ്മൂത്ത് ഫങ്ഷനിങ്ങിന് വേണ്ടി ഒരു കോപ്പറേറ്റീവ് ലാൻഡ് മോർഗേജ് ബാങ്ക് ആക്ട് പാസ്സാക്കുകയുണ്ടായി. ദെൻ അതിനുശേഷം കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ആക്ട് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ആരംഭിക്കാൻ വേണ്ടി സ്വാതന്ത്ര്യം കിട്ടി. ഇന്ത്യയിൽ ഒരു സംസ്ഥാനമായി കേരളം മാറിയതോടുകൂടി ആ രീതിയിലൊരു ആക്ട് കൊണ്ടുവരികയും പിന്നെ ഒരുപാട് ഡെവലപ്മെൻറ്റുകൾ അതിനുശേഷം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതായത് നെയിം ചേഞ്ച് ചെയ്യുകയാണ് ചെയ്തത്. കേരള സ്റ്റേറ്റ് ലാൻഡ് മോർഗേജ് ബാങ്ക് എന്നുള്ളത് മാറ്റിയിട്ട് കോപ്പറേറ്റീവ് സെൻട്രൽ ലാൻഡ് മോർഗേജ് ബാങ്ക് എന്നുള്ള പേര് മാറ്റി കേരളത്തിലെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്നുള്ള പേര് റീനെയിം ചെയ്യുകയാണ് ചെയ്തത്. അതിൻ്റെ ആദ്യം നോമൻ ക്ലാച്ചർ എന്ന് പറയും. നോമൻ ക്ലാച്ചറിൽ ചേഞ്ചസ് വരുത്തുകയാണ് ചെയ്തത്. എന്തിനാണ് ഇതിൻ്റെ പർപ്പസ് എന്താണ്? ഈ ബാങ്ക് സ്റ്റേറ്റ് ലെവലായിട്ടുള്ള ഏജൻസിയാണ്. കോപ്പറേറ്റീവ് ബേസിസിൽ പ്രൊവൈഡിങ് ലോങ് ടേം ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് ഫിനാൻസിന് വേണ്ടിയിട്ട് ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് അലീഡ് എക്കണോമിക് ആക്ടിവിറ്റീസ് അതിലേക്ക് വേണ്ടിയാണ് ഈ ഒരു കോപ്പറേറ്റീവ് അപെക്സ് ബാങ്ക് ആയിട്ട് ഈ ഒരു സ്റ്റേറ്റ് ലെവൽ ബാങ്ക് വന്നിട്ടുള്ളത്. ബാങ്കിൻ്റെ ഫെഡറേഷൻ എത്ര പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്കുകൾ ഉണ്ടെന്ന് വെച്ചാൽ 52 പ്രൈമറി ബാങ്കുകളുടെ ഫെഡറേഷൻ ആയിട്ടാണ് ഇത് നിലകൊള്ളുന്നത്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് നിലകൊള്ളുന്നത് തിരുവനന്തപുരത്താണ്. ഇത് ഏരിയ ഓഫ് ഓപ്പറേഷൻ എൻ്റയർ സ്റ്റേറ്റ് ആണ്. എൻ്റയർ സ്റ്റേറ്റ് ഓഫ് കേരളയാണ് ഏരിയ ഓഫ് ഓപ്പറേഷൻ. ദെൻ ലാബിലിറ്റി എന്നുള്ളത് ലിമിറ്റഡ് ആണ്. ഓരോരുത്തരുടെയും ഷെയർ ഹോൾഡിങ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഷെയർസിൻ്റെ അനുസരിച്ച് മാത്രമാണ് ഓരോരുത്തർക്കും ലാബിലിറ്റി ഉള്ളൂ. ബാങ്ക് ഇപ്പോൾ 14 റീജിയണൽ ഓഫീസസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇൻ ഓൾ റവന്യൂ ഡിസ്ട്രിക്റ്റ് ഓഫ് കേരള. എല്ലാ റവന്യൂ ഡിസ്ട്രിക്റ്റിലും ഇതിലേക്ക് റീജിയണൽ ഓഫീസസ് ഉണ്ട്. ഇത്രയാണ് ഇതിൻ്റെ ആരംഭത്തെക്കുറിച്ചും എന്താണ് ഇതിൻ്റെ പർപ്പസിനെ കുറിച്ചൊക്കെ പറയുന്നത്. ഏരിയ ഓഫ് ഓപ്പറേഷൻ, ലാബിലിറ്റി ഒക്കെ പറയുന്നത് ഇത്രയും കാര്യങ്ങൾ.
നെക്സ്റ്റ് ഇതിൻ്റെ മെമ്പർഷിപ്പ് എങ്ങനെയാണ്? മെമ്പർഷിപ്പ് ഓപ്പൺ ടു പ്രൈമറി അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെൻറ്റ് മെമ്പർഷിപ്പ് ഓപ്പൺ ടു പ്രൈമറി അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക്സ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്. സ്റ്റേറ്റ് ഗവൺമെന്റിനും പ്രൈമറി അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെന്റ് ബാങ്കിനുമാണ് ഇതിൽ മെമ്പർ ആവാൻ പറ്റുക. പിന്നെ അതേപോലെ തന്നെ KSCBA ഇതിൽ മെമ്പർ ആക്കിയിട്ടുണ്ട്. വയനാട് ഗിരിജൻ ജോയിന്റ് ഫാമിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിയും ഇതിൽ മെമ്പർ. ഇത് ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ പറയുന്നത് ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ 50 crore ആണ്. 50 crore 46 crore അവർ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഉണ്ട്. 7 crore ഗവൺമെന്റിന്റെ കോൺട്രിബ്യൂഷൻ ആണ്. ഇത്രയാണ് ഇതിന്റെ ഷെയർ ക്യാപിറ്റലും മെമ്പർഷിപ്പും എന്താണെന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്തൊക്കെ ഒബ്ജക്റ്റീവ്സ് ആണ് ഈ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കോപ്പറേറ്റീവ് ബാങ്കിനുള്ളത്? ടു ഫിനാൻസ് ദി പ്രൈമറി അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക്സ്. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പർപ്പസ് എന്ന് പറഞ്ഞാൽ പ്രൈമറി അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെന്റ് ബാങ്കിനെ ഫിനാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇതുണ്ടാക്കിയത് തന്നെ. ഇതുണ്ടാക്കിയതിന്റെ ലക്ഷ്യ ഉദ്ദേശം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അതാണ്. പ്രൈമറി അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെന്റ് ബാങ്കുകളെ ഫിനാൻസ് ചെയ്യുക, അവർക്ക് ആവശ്യമായിട്ടുള്ള ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുക. അതേപോലെ തന്നെ ടു ഫിനാൻസ് വയനാട് ഗിരിജൻ ജോയിന്റ് ഫാമിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇതിലൊരു മെമ്പർ കൂടിയാണ് വയനാട് ഗിരിജൻ ജോയിന്റ് ഫാമിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ആ വയനാട് ഉള്ള ജോയിന്റ് ഫാമിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്കും ഫിനാൻസ് കൊടുക്കുന്നത് ഈ ഒരു സ്റ്റേറ്റ് ലെവൽ അപെക്സ് ബാങ്ക് ആണ്. ടു പ്രൊവൈഡ് റീഫിനാൻസ് ഫോർ എനർജൈസേഷൻ ഓഫ് പമ്പ് സെറ്റ്സ് ടു KSCB. KSCBയുടെ പമ്പ് സെറ്റ് എനർജൈസേഷന് വേണ്ടി റീഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതും ഈ ഒരു കോപ്പറേറ്റീവ് ബാങ്കിന്റെ പർപ്പസുകൾ ഒബ്ജക്റ്റീവ്സ് വരുന്നത്. ടു ഫ്ലോട്ട് ഡിബഞ്ചേഴ്സ്. ഈ ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെന്ത് വേണം? മൂലധനം വേണം, റിസോഴ്സസ് വേണം, ഫണ്ട് വേണം. ആ ഫണ്ട് സ്വരൂപിക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തുകൊണ്ടാണ്, ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തുകൊണ്ടൊക്കെയാണ്. അത്തരത്തിൽ ഡിബഞ്ചർ ഫ്ലോട്ട് ചെയ്യുന്നതും ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ട് പണം കണ്ടെത്തുന്നതും ഇതിൻ്റെ മറ്റൊരു ഒബ്ജക്റ്റീവ്സ് വരുന്നതാണ്. മറ്റൊന്നാണ് ടു എസ്റ്റാബ്ലിഷ് ബ്രാഞ്ച് ഓഫീസസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതും ഇതിൻ്റെ മറ്റൊരു ഒബ്ജക്റ്റീവ്സ് വരുന്നു. ഇനിയും ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, മറ്റുള്ള അതർ ഒബ്ജക്റ്റീവ്സ്. ടു റിസീവ് ഡെപ്പോസിറ്റ് ആൻഡ് ബോറോ ഫണ്ട്സ്. ഡെപ്പോസിറ്റ് സ്വീകരിക്കുക, കടം കൊടുക്കുക. ഡെപ്പോസിറ്റ് സ്വീകരിക്കുകയും കടം കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. ഇത് ഏതൊരു ബാങ്കിൻ്റെ ഒബ്ജക്റ്റീവ്സിൽ വരുന്ന ഒന്നാണ്. ഇൻസ്പെക്ട് PARDBs. പബ്ലിക് പ്രൈമറി അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക്സിനെ ഇൻസ്പെക്ട് ചെയ്യുകയും അവർക്ക് നെസസറി ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നത് ആരാണെന്ന് വെച്ചാൽ ഈ ഒരു കോപ്പറേറ്റീവ് ബാങ്കാണ്. അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു ബാങ്കാണ്. അപ്പോൾ ഈ ഒരു ബാങ്കിന്റെ തലത്തിൽ വരുന്നതാണ് പ്രൈമറി അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെന്റ് ബാങ്കുകൾ ഇൻസ്പെക്ട് ചെയ്യുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള നെസസറി ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളത്. അതുപോലെ തന്നെ സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്റ്റാഫിനെ അപ്പോയിന്റ് ചെയ്യുന്നതും ഈ ഒരു ബാങ്കിന്റെ ധർമ്മത്തിൽ വരുന്നതാണ്. ടു ഫിനാൻസ് പ്രൈമറി അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അതായത് സെക്ഷൻ 46 ഓഫ് ദി കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് ആക്ടിന്റെ സെക്ഷൻ 46 അനുസരിച്ച് പ്രൈമറി അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ ഫിനാൻസ് ചെയ്യുക എന്നുള്ളത് ഇതിന്റെ ഫണ്ടമെന്റൽ ബേസിക് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സിൽ വരുന്നതാണ്. ഇൻസിഡൻ്റൽ ആയിട്ടുള്ള മറ്റ് ധർമ്മങ്ങൾ, ഇതിൻ്റെ അനുബന്ധികമായിട്ട് വരാവുന്ന മറ്റു പല ധർമ്മങ്ങളുണ്ട് ഈ ഒരു കോപ്പറേറ്റീവ് ബാങ്കിന്. എന്തൊക്കെയാണ് ഫണ്ടുകൾ നോക്കാം. ഒരുപാട് ഫണ്ടുകൾ ഈ കോപ്പറേറ്റീവ് ബാങ്കിനുണ്ട്. അതിൽ ഏതൊക്കെ ഫണ്ടുകളാണ്? ഒന്ന് ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ മെമ്പേഴ്സ് നിന്നൊക്കെയുള്ള ഷെയർ ക്യാപിറ്റൽ വരും. ഏതൊക്കെ മെമ്പേഴ്സ്? സ്റ്റേറ്റ് ഗവൺമെന്റ് ഉൾപ്പെടെയുള്ള മെമ്പേഴ്സ് നിന്നുള്ളൊക്കെ ഷെയർ ക്യാപിറ്റലായി വരും. റിസർവ് ഫണ്ട്, പ്രോഫിറ്റ് നിന്ന് മാറ്റി വെക്കുന്ന റിസർവ് ഫണ്ട്. ഡെപ്പോസിറ്റുകൾ, ഡിബഞ്ചേഴ്സ്, ലോൺസ് ഫ്രം NABARD, SBI, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആൻഡ് ഫ്രം സ്റ്റേറ്റ് ഗവൺമെന്റ്. ഇതിനൊക്കെയുള്ള ലോൺസ്. ഇതൊക്കെയും ഇത്രയും ഫണ്ട് അവർക്ക് വരുന്നുണ്ട്. ഈ ഫണ്ടുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ കോപ്പറേറ്റീവ് ബാങ്ക് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത്.
നമ്മൾ പറഞ്ഞു ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയെന്ന് പറഞ്ഞു. ദെൻ നെക്സ്റ്റ് ഫണ്ട് ഏതൊക്കെയെന്ന് പറഞ്ഞു. ഒബ്ജക്റ്റീവ്സ് ഇതൊക്കെയെന്ന് പറഞ്ഞു. ഫണ്ട് ഏതൊക്കെയെന്ന് പറഞ്ഞു. നെക്സ്റ്റ് എന്തൊക്കെയാണ് ഇതിൻ്റെ മാനേജ്മെൻറ്റ് എങ്ങനെയെന്ന് നോക്കാം. മാനേജ്മെൻറ്റ് ഇതിൻ്റെ ജനറൽ ബോഡിയും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സുമാണ് തീരുമാനിക്കുന്നത്. മാനേജ്മെൻറ്റ് ഓഫ് ദി ബാങ്ക് ഈസ് ക്യാരിഡ് ഓൺ ബൈ ദി ജനറൽ ബോഡി ആൻഡ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ജനറൽ ബോഡി എന്ന് പറഞ്ഞാൽ അതിൽ നമ്മുടെ പ്രൈമറി അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കിൽ അഫിലിയേറ്റ് ചെയ്യപ്പെട്ടുള്ള ബാങ്കുകളിലൊക്കെയുള്ള ഡെലിഗേറ്റ്സ് ഉണ്ടാവും. ദെൻ ഗവൺമെൻറ് നോമിനീസ് ഉണ്ടാവും. എക്സ് ഒഫീഷ്യോ ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആളുകൾ ഉണ്ടാവും. ബോർഡിലുള്ള എക്സ് ഒഫീഷ്യോ ഡയറക്ടേഴ്സ്. ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ട് നമ്മൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ മാനേജിങ് കമ്മിറ്റി എന്ന പേരിൽ ഒരു ബോഡി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒക്കെ ഉണ്ടാവും. ആ ബോഡി 24 മെമ്പർ ബോഡിയാണ്, മാനേജിങ് കമ്മിറ്റിയാണ് നമ്മുടെ ബാങ്കിൻ്റെ ഡേ ടു ഡേ ഓപ്പറേഷൻസ്. ഫങ്ഷൻസ് എന്തൊക്കെ ഫങ്ഷൻസ് ആണ്? ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ കുറേ ടൈപ്പ് ലോൺ ഇഷ്യൂ ചെയ്യുക എന്നുള്ളതാണ് ഫങ്ഷൻസ് ആയിട്ട് വരുന്നത്. അതിലൊന്നാണ് അഡ്വാൻസ് 6 ടൈപ്സ് ഓഫ് ലോൺസ്: ഓർഡിനറി ലോൺസ്, സ്കീം ലോൺസ്, നോൺ ഫാം സെക്ടർ ലോൺസ്, റൂറൽ ഹൗസിംഗ് ലോൺസ്, സ്മോൾ റോഡ് ട്രാൻസ്പോർട്ട് ഓപ്പറേഷൻ ലോൺസ്. ഓർഡിനറി ലോൺസ് ഉണ്ട്. ഓർഡിനറി ലോൺസ് എന്നാൽ ഇഷ്യൂഡ് ഫോർ നമുക്ക് എന്തിനൊക്കെ ഓർഡിനറി ലോൺസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്: ലെവലിംഗ്, ബൗണ്ടിങ്, റീക്ലൈമേഷൻ ഓഫ് ലാൻഡ്, സോയിൽ കൺസർവേഷൻ, മൈനർ ഇറിഗേഷൻ, പർച്ചേസ് ഓഫ് അഗ്രികൾച്ചർ മെഷീനറി, വയർ ആൻഡ് സ്റ്റോൺ ഫെൻസിങ്. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഒരു 15 years പീരീഡുള്ള ഓർഡിനറി ലോൺസ് കൊടുക്കുന്നത്. സ്കീം ലോൺസ് എന്ന് പറഞ്ഞാൽ സ്കീം ലോൺസ് ആർ ജനറലി ഇഷ്യൂഡ് പ്ലാന്റേഷൻ, മൈനർ ഇറിഗേഷൻ, ആനിമൽ ഹസ്ബൻഡറി, ലാൻഡ് ഡെവലപ്മെൻറ്റ്, ഹോർട്ടിക്കൾച്ചർ, സെറികൾച്ചർ, അഗ്രികൾച്ചർ മെഷീൻസ്. ഇതിനൊക്കെയാണ് സ്കീം ലോൺസ് കൊടുക്കുന്നത്. ദെൻ പിന്നെയുള്ള ലോൺസ് ആണ് നോൺ ഫാം സെക്ടർ ലോൺസ്. നോൺ ഫാം സെക്ടർ ലോൺസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രാൻസ്പോർട്ട് വെഹിക്കിളിനൊക്കെ ലോൺ കൊടുക്കും. ഇഷ്യൂ ഓഫ് ലോൺസ് ഫോർ പർച്ചേസിങ് ന്യൂ ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ്, അതാണ് നോൺ ഫാം സെക്ടർ ലോൺസ്. റൂറൽ ഹൗസിംഗ് ലോൺ, ഹൗസിങ്ങിൻ്റെ വേണ്ടിയിട്ടുള്ള ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്മോൾ റോഡ് ട്രാൻസ്പോർട്ട് ഓപ്പറേഷൻ ലോൺ, പ്രത്യേകിച്ചുള്ള ഒരു ലോണിൻ്റെ പേരാണ്. ചെറിയ ചെറിയ റോഡുകൾ ഉണ്ടാക്കാനുള്ള ലോൺ, സ്മോൾ റോഡ് ട്രാൻസ്പോർട്ട് ഓപ്പറേഷൻ ലോൺ. എന്നാൽ മറ്റൊരു ഫംഗ്ഷനാണ് ഇഷ്യൂ ഡിബഞ്ചേഴ്സ്. ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുക. ഈ ലോണൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തിരിക്കണം. അത്തരത്തിൽ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നതാണ് മറ്റൊരു ഫങ്ഷൻസ്. Then issue of composite loans to individual artisans, craftsmen, small entrepreneurs. സ്മോൾ എൻ്റർപ്രണേഴ്സിനൊക്കെ ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇഷ്യൂ ലോൺസ് ഫോർ പർച്ചേസിങ് ന്യൂ ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ്. നോൺ ഫാം സെക്ടർ ലോൺസ് എന്ന് പറഞ്ഞാൽ നബാർഡ് 22 ബ്രോഡ് ഗ്രൂപ്പ്സ് കോട്ടേജ് ആൻഡ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ആ 22 ഗ്രൂപ്പ്സിൽ വരുന്നതാണ് ലോൺസ് ആണ് ഈ പറഞ്ഞിട്ടുള്ള നോൺ ഫാം സെക്ടർ ലോൺസ് എന്ന് പറയുന്നത്. അതിലൊന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള കോമ്പോസിറ്റ് ലോൺസ് ടു ഇൻഡിവിജ്വൽ ആർട്ടിസാൻസ്, ക്രാഫ്റ്റ്മാൻ, സ്മോൾ എൻ്റർപ്രണേഴ്സിനൊക്കെ ഉള്ള ലോൺ. ഇത് പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കിലൂടെയാണ് 50,000 വരെയുള്ള പേഴ്സണൽ ഷ്യൂരിറ്റി ഓഫ് 2 എംപ്ലോയീസ് ആൻഡ് അതർ കേസ് മോർഗേജ് ഓഫ് ലാൻഡ് പ്രോപ്പർട്ടി ഒക്കെ നൽകിക്കൊണ്ട് നൽകുന്ന ഒരു ലോൺ എന്ന് പറയുന്നത്. ആ ലോണ് ആണ് പറഞ്ഞിട്ടുള്ള നോൺ ഫാം സെക്ടർ ലോൺസ് എന്ന് പറയുന്നത്. നോൺ ഫാം സെക്ടർ ലോൺസിൽ വരുന്നതാണ് പിന്നീട് പറഞ്ഞിട്ടുള്ള ലോൺസ് ഇഷ്യൂ ലോൺസ് ഫോർ പർച്ചേസിങ് ന്യൂ ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ് ആണ്. ആ ട്രാൻസ്പോർട്ട് വെഹിക്കിൾ 80% ഓഫ് ദി കോസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ലോണായിട്ട് നൽകും. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് അപ്രൂവ്ഡ് ബൈ ഡെവലപ്മെൻറ്റ് കമ്മീഷണർ ആർ എലിജിബിൾ ഫോർ ഗെറ്റിംഗ് ലോൺസ്. ഇതിൻ്റെ അപ്രൂവ് ചെയ്യണം. ആര്? സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് അപ്രൂവ് ചെയ്യണം. ആ അപ്രൂവ് ചെയ്ത് ഡെവലപ്മെൻറ്റ് കമ്മീഷണർ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാലാണ് ഈ ലോണ് ശരിക്കും 20 lakh വരെയൊക്കെയുള്ള ഇൻ്റഗ്രേറ്റഡ് ലോൺ സ്കീം പ്രൊവൈഡ് ചെയ്യും.
അത് സച്ച് ലോൺ ഷാൾ റീപേ ബാക്ക് വിത്തിൻ ദി പീരീഡ് ഓഫ് 10 years. 10 yearsൻ്റെ ഉള്ളിൽ തിരിച്ചടക്കണം. ഇതിന് റീഫിനാൻസ് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബൈ നബാർഡ് മുതൽ അതിൻ്റെ റീഫിനാൻസ് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യും. ദെൻ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നതാണ് പറഞ്ഞിട്ട്. ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ മേജർ സോഴ്സ് ഓഫ് ഫണ്ടാണ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ. ബ്രോഡ് കൺവെൻസ് അക്നോളജ്മെൻറ്റ് ഓഫ് ഡെറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ പറഞ്ഞാണ്. അതിന് പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പേ ചെയ്യണം, അതുപോലെ റീപേയ്മെൻറ്റ് ഓഫ് പ്രിൻസിപ്പൽ ഉണ്ട്. ഈ ഡിബഞ്ചേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 5 types ഓഫ് ഡിബഞ്ചേഴ്സ് ഉണ്ട്. അതിലൊന്നാണ് ഓർഡിനറി ഡിബഞ്ചർ, റൂറൽ ഡിബഞ്ചർ, സ്പെഷ്യൽ ഡിബഞ്ചർ, ഡെവലപ്മെൻറ്റ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് ഓർഡിനറി ഡിബഞ്ചർ എന്താണ്, റൂറൽ ഡിബഞ്ചർ എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. ഡെവലപ്മെൻറ്റ് ബൈ ബാങ്ക് നെയിം, ഡെവലപ്മെൻറ്റ്, നോൺ ഫാം, റൂറൽ ഹൗസിംഗ്, ഇതിനൊക്കെയുള്ള ഡെവലപ്മെൻറ്റ് ഡിബഞ്ചർ ഉണ്ട്, നോൺ ഫാം ഡിബഞ്ചർ ഉണ്ട്, റൂറൽ ഹൗസിംഗ് ഡിബഞ്ചർ ഉണ്ട്. റൂറൽ ഡിബഞ്ചേഴ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓർഡിനറി ഡിബഞ്ചേഴ്സ് പറഞ്ഞതാണ്. Debentures issued one series carry an equal status. Debentures are treated at par with trustee securities. ഡിബഞ്ചേഴ്സിനൊക്കെ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് അതിന് നിശ്ചിത ശതമാനം ഇൻട്രസ്റ്റ് ഫേസ് വാല്യൂ ഒക്കെ ഉണ്ടാവും. ഫേസ് വാല്യൂവും ഇൻട്രസ്റ്റും ഒക്കെ നോക്കിക്കൊണ്ടാണ് നമ്മൾ ഡിബഞ്ചർ ഷെയർ ഇഷ്യൂ ചെയ്യുന്ന പോലെ തന്നെ ഇഷ്യൂ ചെയ്യുന്നത്. എന്തൊക്കെയോ പ്രോബ്ലംസ് ഈ ഒരു കോപ്പറേറ്റീവ് മേഖല നേരിടുന്നുണ്ട്. അതിനൊന്നാണ് ഇൻഓർഡിനേറ്റ് ഡിലേ ഇൻ ഗെറ്റിംഗ് ലോൺസ്. ലോൺ കിട്ടുന്നതിൽ ഒരുപാട് താമസം ഉണ്ടാകുന്നുണ്ട്. അത് സ്റ്റേറ്റ് ലെവലിലുള്ള ബാങ്കാണ്. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയറായിട്ടുള്ള കുറേ ഫോർമാലിറ്റീസ് ഉണ്ട്. അത് പ്രൊസീജിയർ ഫോർമാലിറ്റീസ് കൊണ്ട് തന്നെ കുറേ വൈകുന്ന ഒരു പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ ഈ റൈസിങ് ഓവർ ഡ്യൂസ്, ആളുകൾ ഡിഫാൾട്ട് വരുന്ന, അതായത് അടക്കേണ്ട സമയത്ത് തിരിച്ചടക്കാതെ ഓവർ ഡ്യൂസ് ആക്കിക്കൊണ്ടിരിക്കുന്ന പ്രശ്നമുണ്ട്. അതുപോലെ റിഡക്ഷൻ ഇൻ ആനുവൽ ഓവർ ഡ്യൂസ് എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് ബാങ്കിലൊക്കെ വളരെ ഹൈ ആണ്. ഓവർ ഡ്യൂസ് പ്രൈമറി അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് ബാങ്ക് കേരള കാൽക്കുലേറ്റ് 26% ആണ് അതിൻ്റെ കണക്ക്. അതുപോലെ ഓൾ ഇന്ത്യ ലെവൽ എടുക്കുകയാണെങ്കിൽ 45% ആണ്. ദർഫോർ കോൺസെൻട്രേറ്റഡ് എഫേർട്ട് ഷുഡ് ബി മെയ്ഡ്. അതുകൊണ്ട് തന്നെ നമുക്ക് തന്നെ ആ രീതിയിൽ കൺസൾട്ടഡ് എഫേർട്സ് അതിനെ മാറ്റിയെടുക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തേണ്ടതുണ്ട്. റിഡക്ഷൻ ഇൻ ആനുവൽ ഡിസ്ബേഴ്സ്മെൻറ്റ് ഓഫ് ലോൺസ്. ആനുവൽ ആയിട്ടുള്ള ഡിസ്ബേഴ്സ്മെൻറ്റ് വളരെ കുറവാണ്. കാരണം കൊമേഴ്സ്യൽ ബാങ്കായിട്ടൊക്കെ മത്സരിച്ച് വേണം ഈ ഒരു ബാങ്കുകൾ പ്രവർത്തിക്കാൻ. അപ്പോൾ കൊമേഴ്സ്യൽ ബാങ്കുകളുടെ മത്സരത്തിൽ അവർ പലപ്പോഴും പിന്നോക്കം പോവുകയാണ് ചെയ്യുന്നത്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ കൊമേഴ്സ്യൽ ബാങ്ക്സ് ഒക്കെ എന്തുണ്ട്, അത് വാസ്റ്റ് റിസോഴ്സസ് ഉണ്ട്, ഫ്രീഡം ഉണ്ട്, മാനേജ് എഫിഷ്യൻസി ഉണ്ട്, കമ്പ്യൂട്ടർ ഫെസിലിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ സിംഗിൾ വെൻഡോർ സിസ്റ്റം ഉണ്ട്. അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് ബാങ്കിന് എത്തരത്തിലുള്ളതൊന്നും ഇല്ലാത്തൊരു പ്രശ്നം ഉണ്ട്. ഇത്തരത്തിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവരുടെ റിഡക്ഷൻ ഉണ്ടാകുന്നത്. ഡിസ്ബേഴ്സ്മെൻറ്റ് ഓഫ് ലോണിൻ്റെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറവാണ് മറ്റുള്ള ബാങ്കുകളെക്കാളും. എന്താണ് പ്രൈമറി കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ആക്ട് കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശം? അതിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശമാണ് ചേഞ്ച് ഇൻ നോമൻക്ലാച്ചർ ഓഫ് ദി ബാങ്ക്. ബാങ്കിൻ്റെ പേരിലുണ്ടാകുന്ന വ്യത്യാസം. അങ്ങനെയാണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്ന പേര് വന്നത്. ദെൻ പിന്നെ ക്വിക്ക് ഡിസ്പോസൽ ഓഫ് ലോൺ ആപ്ലിക്കേഷൻ. നമുക്ക് ഉള്ളൊരു പ്രശ്നമാണ് ഇൻഓർഡിനേറ്റ് ഡിലേ ഒക്കെ ഉണ്ട് എന്നുള്ളത്. ആ ഡിലേ ഇല്ലാതെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, ലോണ് പ്രൊവൈഡ് ചെയ്യുക. ദെൻ ഈസി ആൻഡ് എഫക്റ്റീവ് മെഷർ ഓഫ് റിക്കവറി. നമ്മൾ ഓവർ ഡ്യൂസ് ഉണ്ട് എന്ന് പറഞ്ഞില്ലേ, ഓവർ ഡ്യൂസ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, റിക്കവറി മെഷേഴ്സ് എടുക്കേണ്ടതുണ്ട്. റിക്കവറി മെഷേഴ്സ് ഈസി ആൻഡ് എഫക്റ്റീവ് ആയിരിക്കുക. ലിബറലൈസേഷൻ ഓഫ് സെക്യൂരിറ്റി കണ്ടീഷൻസ് ലിബറലൈസേഷൻ കൊണ്ടുവരിക. സെക്യൂരിറ്റി ആയിട്ട് കൊടുക്കുന്ന വസ്തുക്കളുടെ മേൽ അധികം നിബന്ധനകളില്ലാത്ത സെക്യൂരിറ്റികൾ കൊണ്ടുവരിക. ന്യൂ ആക്ടിവിറ്റീസ് സച്ച് ആസ് ഫോറസ്ട്രി, ഡയറി, പോൾട്രി, ഫിഷറീസ്, ഇങ്ങനെ പുതിയ പുതിയ മേഖലകളിലേക്ക് അതിൻ്റെ മാർക്കറ്റിങ്ങും അതിൻ്റെ സ്റ്റോറേജും മറ്റ് ഫെസിലിറ്റീസൊക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ആ പുതിയ ആക്ടിവിറ്റീസിലൊക്കെ എൻഗേജ് ചെയ്യുക. അതുവഴി അതിനെയും കൂടി അഗ്രികൾച്ചറിൻ്റെ ഭാഗമാക്കി മാറ്റുക. ഫിനാൻസ് ഫോർ ഇലക്ട്രിസിറ്റി ബോണ്ട്.
ബോർഡ്, ഇലക്ട്രിസിറ്റി ബോർഡിന് വരെ ഫിനാൻസ് ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ വളരുക എന്നുള്ളതാണ് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആക്ട് കൊണ്ടുവന്നിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ആക്ട് കൊണ്ടുവന്നതിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, എന്താണ് കേരള സ്റ്റേറ്റ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്ന് പറഞ്ഞു. ദെൻ അതിൻ്റെ മെമ്പർഷിപ്പ് ആർക്കാളുള്ളതെന്ന് പറഞ്ഞു. ദെൻ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയെന്ന് പറഞ്ഞു. ദെൻ അവയുടെ ഫണ്ട് എങ്ങനെയെന്ന് പറഞ്ഞു, മാനേജ്മെൻറ്റ് എങ്ങനെയെന്ന് പറഞ്ഞു, ഫങ്ഷൻസ്, അവയുടെ പ്രൊവൈഡ് ചെയ്യുന്ന ലോൺസ് ഏതൊക്കെ വിധത്തിലുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്, ഡിവെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു, പ്രോബ്ലംസ് പറഞ്ഞു, ദെൻ ഈ ആക്ടിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ അല്ലെങ്കിൽ ലോങ് ടേം ക്രെഡിറ്റ് എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ